എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതു. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്നു ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്നു തീർത്തു പറയും. മത്തായി അദ്ധ്യായം 7 വചനങ്ങൾ 21, 22, 23. ഇതേ വിഷയം വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹു പറയുന്ന സന്ദർഭവും ഓർക്കുക. മറിയമിൻ്റെ മകനായ ഈസ അഥവാ യേശു, അള്ളാഹുവിനു പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവീനെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? ഖുർആൻ അദ്ധ്യായം 5 വചനം 116. ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ഈസ അലൈഹിസ്സലാം അഥവാ യേശു പറയുന്ന മറുപടി, നീ എന്നോട് എന്തു കൽപ്പിച്ചുവോ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതായത് എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ അദ്ധ്യായം 5 വചനം 117.